നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മഞ്ചേരിയിലെ റിഫാർ അഹമ്മദിന്റെ മരണത്തിൽ മലബാർ ആശുപത്രിയിലേക്ക് ജനകീയ കൂട്ടായ്മ മാർച്ച് നടത്തി. മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന ആവശ്യവുമായി തുറക്കൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തുറക്കലിൽ നിന്നും ആശുപത്രിയിലേക്കാണ് മാർച്ച് നടത്തിയത്. സ്വന്തം ഒപിയിൽ വന്ന് ഒപി ടിക്കറ്റ് എടുത്ത് കുട്ടി ഒരു 2-3 മണിക്കൂർ കൊണ്ട് ബോധം പോവുകയും അതുപോലെ തന്നെ ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കാണിച്ചു തരാൻ ഇടയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, എന്താണിത് സംഭവം, ഒരു അലർജിക്ക് ഇത്രത്തോളം ആവാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ഇപ്പം വരെ കണ്ടുപിടിച്ച ഡോക്ടർ അവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ സംഭവിച്ചു ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്നാണ്. അപ്പം അത്രയും ക്രൂരമായ രീതിയിൽ ഇവിടെ ഇഞ്ചക്ഷനിൽ പറ്റിയതാണെന്ന് നമ്മൾക്കൊക്കെ അറിയാൻ സാധിക്കാം. മഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുന്നവരാണ് ഞങ്ങൾ. മഞ്ചേരിയിലെ സബ് ജയിലുകളിൽ കടന്നവരാണ് ഞങ്ങൾ അങ്ങനെ ഒരു ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വരണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഞങ്ങൾ ആ സാഹചര്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ തീർത്തും ജനാധിപത്യപരമായി, ഞങ്ങൾ തീർത്തും പൊതുസമൂഹത്തോട് പറയുന്നു, ഇവരെ ഈ ആശുപത്രി എന്ന് പൂട്ടിക്കെട്ടുന്നോ അന്നേ മഞ്ചേരിയിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്നുള്ള കത്യാതും പറക്കുന്നു. മഞ്ചേരി യൂണിറ്റ് കോളേജ് വിദ്യാർത്ഥി തുറക്കൽ പള്ളി റോട്ടിൽ മൊയ്തീൻ ഷാന്റെ മകൾ റിഫാർ അഹമ്മദിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് തുറക്കൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്ത ജനകീയ മാർച്ച് ഹോസ്പിറ്റലിന്റെ മുൻവശത്ത് പോലീസ് തടഞ്ഞു. ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് റിഫയെ മലബാർ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ വെച്ച് ഇഞ്ചക്ഷൻ നൽകിയതോടെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. വിവരം ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വീണ്ടും ഇഞ്ചക്ഷൻ നൽകുകയായിരുന്നു. ഇതോടെ റിഫ പൂർണ്ണമായും അബോധാവസ്ഥയിലായി. മികച്ച ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിയുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്ന രൂപത്തിൽ വസ്തു ശരീരത്തിലുണ്ടെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്. വീട്ടിൽ നിന്നും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ആശുപത്രിയിലെത്തിയത്. റിഫാർ അഹമ്മദ് മരണപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും റിഫയ്ക്ക് നീതി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ കൂട്ടായ്മ സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.